സയനിസ്റ്റ് അധിനിവേശ സൈന്യത്തിനെതിരെ പുതിയ മിസൈലുകൾ വിന്യസിച്ച് യമനിലെ ഹൂത്തി ഗറില്ലകൾ രംഗത്തെത്തുകയാണ്. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ച് അയച്ച ഫലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശബ്ദത്തെക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ റോക്കറ്റുകൾ അതിവേഗമാണ് യമനിൽ നിന്ന് നെതന്യാഹു ഉണ്ടായിരുന്ന ബെൻ ഗൂരിയൻ വിമാനത്താവളത്തിൽ എത്തിയത്. ഇസ്രയേലിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇസ്രയേലിന്റെ വലിയ പരാജയം തന്നെയായിരുന്നു ആ കാര്യം. നെതന്യാഹു ഹൂത്തികളുടെ സൈനിക ലക്ഷ്യമാണെന്ന് മിസൈൽ ആക്രമണം വ്യക്തമാക്കുന്നതായിട്ട് സൈനിക വിദഗ്ധനായ ബ്രിഗേഡിയൻ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നുണ്ട്. ഈ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ 5ാം ഘട്ട ഹൂത്തികൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫലസ്തീന് വേണ്ടിയിട്ട് ഹൂത്തികളും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അനുകൂലിച്ച് നിൽക്കുകയാണ്. ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് മിസൈലിന് പുറമെ സമദ് 4 ഡ്രോണുകളും ഗുഡ്സ് 5 ക്രൂയിസ് മിസൈലുകളും ഹൂത്തികൾ ഇസ്രയേലിലേക്ക് അയക്കുന്നുണ്ട്. നേരത്തെ ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിയിരുന്ന മിസൈലുകൾ ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലും എത്തുന്നതായിട്ട് സയനിസ്റ്റ് സൈന്യം സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ്. അതിനർത്ഥം ഇസ്രയേലിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് വരെ ചെല്ലാനുള്ള രീതിയിലേക്ക് ഈ ഹൂത്തികളുടെ ആക്രമണ സംഘത്തിന് കഴിഞ്ഞു. അത് അവരുടെ വിജയം തന്നെയാണ്. തെൽ അവീവിലേക്ക് ഈ ഹൂത്തികൾ അയച്ച യഫ ഡ്രോണുകളെ സൈന്യത്തിന് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവയെല്ലാം ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാക്കി വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരുന്നത്. തെൽ അവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മറ്റൊരു സംസ്ഥാനമാണ്. അവിടേക്കാണ് ഈ ഹൂത്തികൾ ഈ ഒരു മിസൈൽ ആക്രമണം നടത്തിയത്. അവിടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹൂത്തികൾ പറയുകയാണ്. ഇസ്രായേലിനെ നേരിടുന്നത് ഒപ്പം അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളും ആക്രമണത്തിന് ഇരയാവുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അമേരിക്ക നിലവിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോടുള്ള ഒരു വെറുപ്പ് അമേരിക്കയോടും കാണാൻ സാധിക്കുമെന്നതാണ്. സയനിസ്റ്റ് ഭരണകൂടം എല്ലാ മേഖലകളിലും തിരിച്ചടി നേരിടുന്നതായിട്ട് തന്നെ ബ്രിഗേഡിയൻ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നുണ്ട്. ഫലസ്തീൻ പ്രദേശങ്ങളിൽ കുടിയേറുന്ന ജൂതന്മാർ മതിയായ സുരക്ഷ ലഭിക്കാത്തതിനാൽ തിരിച്ചു പോവേണ്ട സ്ഥിതിയാണുള്ളത്. യമൻ, ഫലസ്തീൻ, ഇറാഖ്, ഇറാൻ എന്നിവയുടെ സംയുക്ത സൈനിക നടപടി ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ശക്തിയാണ് തെളിയിക്കുന്നത്. ഫാദി 4 മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുള്ള തെൽ അവീവിൽ ആക്രമിച്ചതിന് അതിനൊരു തെളിവാണെന്നും പറയുന്നുണ്ട്. ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് എന്ന പേരിൽ ഇറാൻ അയച്ച 100 കണക്കിന് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വന്ന് പതിച്ചു. അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും സമ്മതിക്കുന്നുണ്ട്. സയനിസ്റ്റ് സൈന്യത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളായ ഗലീലിയ ഗോട്ട് താവളം, രഹസ്യാന്വേഷണ വിഭാഗ ആസ്ഥാനം, മൊസാദ് ആസ്ഥാനം എന്നിവയും ആക്രമിക്കപ്പെട്ടിരുന്നു. കരയും കടലും ഇസ്രയേലിന്റെ ഉൾപ്രദേശങ്ങളും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും അല്ലെങ്കിൽ അവിടെ വരെ ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണ പരിധിയിലാണ് എന്നാണ് പറയുന്നത്. ഈ സയനിസ്റ്റുകൾ കൂടുതൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നാണ് സായിദ് അബ്ദുൽ മാലിക് ബദ്രുദ്ദീൻ അൽ ഹൂത്തി പറഞ്ഞിരിക്കുന്നത്. ബ്രിഗേഡിയൻ ജനറൽ മുജീബ് ഷംസാനും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജെറുസലേമിൽ ഒത്തുകൂടി ഇസ്രയേലി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ. അവിടെ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. മാത്രമല്ല, 1 വർഷത്തിനിപ്പുറം നെതന്യാഹു തങ്ങളെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് കുടുംബങ്ങൾ ഈ ഒരു സംഘം ചേർന്ന് അവിടെ പ്രതിഷേധം നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഹൂത്തികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഈ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഹൂത്തികൾ ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഫലസ്തീനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു യുദ്ധം ഇസ്രയേലിലേക്ക് തൊടുത്തിടുന്നത്. അതിൽ വിജയം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉൾപ്രദേശത്ത് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. തെൽ അവീവൊക്കെ ഒരു വലിയ രീതിയിലുള്ള നാശങ്ങൾ സംഭവിച്ചിരിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് വരുന്നത്. ഇതിനിടയിൽ തന്നെ ഇസ്രയേലിൽ നടക്കുന്ന ഒരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അധിനിവേശം തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ ആൾക്കാരെ ഇതുവരെ തിരിച്ചു വിട്ടിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലെ ജനങ്ങൾ അവിടെ തന്നെ ഒരു പ്രതിഷേധം നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘം ചേർന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കാര്യവും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ഇസ്രയേൽ തന്നെ യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിട്ട പശ്ചാത്തലത്തിലായിരുന്നു ബന്ദികളുടെ കുടുംബങ്ങൾ നെതന്യാഹുവിനെതിരായ പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. നേരത്തെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ബന്ദികളാക്കപ്പെട്ടവരുടെ ചിത്രങ്ങൾ പതിച്ച ബാനറുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ നെതന്യാഹുവിനെതിരെ പ്രകടനം നടത്തിയത്. കണക്കുകൾ പ്രകാരം ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ തടങ്കലിൽ ഏകദേശം 100ഓളം ഇസ്രയേലികൾ ബന്ദികളാക്കിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇവരിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബന്ദി കൈമാറ്റം സംബന്ധിച്ച് കരാറുകൾ ഇസ്രയേൽ അംഗീകരിക്കാത്തതിനാലാണ് ഈ ബന്ദികൾ കൊല്ലപ്പെടുന്നതിന് കാരണമെന്നാണ് ഈ കുടുംബങ്ങൾ ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ പേരിലായിരുന്നു വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. ഇനി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സൈന്യത്തെ പൂർണ്ണമായും പ്രദേശത്ത് നിന്ന്
പിൻവലിക്കുകയും ചെയ്താൽ ബന്ദികളെ വിട്ടു നൽകാമെന്നും ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഒരു കാര്യത്തോട് ഒരിക്കലും ബെഞ്ചമിൻ നെതന്യാഹു യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ദികളാക്കപ്പെട്ടവരെല്ലാം അവിടെ തന്നെ കിടക്കുന്നത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ചതിനാലാണ് ബന്ദികൾ മരണപ്പെട്ടത് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നത്. എന്നാൽ ഹമാസിന്റെ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇസ്രയേൽ തള്ളുകയായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഹമാസ് ബന്ദികളാക്കിയ 6 ഇസ്രയേലികൾ റഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നെതന്യാഹുവിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നിരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിന്റെ നേതൃത്വത്തിലുള്ള പണിമുടക്കായിരുന്നു അത്. 10,000-കണക്കിന് ഇസ്രയേൽ ജനങ്ങളായിരുന്നു, അല്ലെങ്കിൽ പൗരന്മാരായിരുന്നു ഈ ഒരു നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗസയുടെ അതിർത്തിയിൽ നഗരമായ റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നത്. അമേരിക്കൻ വംശജനായ ഇസ്രയേൽ പൗരൻ ഷെർ ഹോൾഡ് ബർഗ് പോളിൻ, കാർമൽ ഗാറ്റ്, ഏദൻ യെറുഷാൽമി, അലക്സാണ്ടർ ലൊബോനോവ്, അൽഗോമ സർസുയി ഓറിനോ എന്നിവരാണ് കൊല്ലപ്പെട്ട ബന്ദികൾ. പ്രതിഷേധം ഉയർത്തുന്നതോടെ നെതന്യാഹു രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാലാണ് അവർ ബന്ദികളെ കൊലപ്പെടുത്തിയത് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൊലപാതകത്തിന് ഹമാസ് കണക്ക് പറയേണ്ടി വരുമെന്നും അവരുടെ അന്ത്യം കാണുന്നത് വരെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ 7 പ്രത്യാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 97 പേർ ഗസയിൽ ബാക്കിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 33 പേർ ഇതിനോടകം തന്നെ മരിച്ചതായിട്ട് IDF-ഉം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഹൂത്തികളുടെ ആക്രമണം എന്ന് പറയുന്നത്. എന്തായാലും പിന്നോട്ടില്ലാത്ത ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് ഹൂത്തികളും.